ശരംകുത്തിയിലേക്ക് ദിവാകർണ ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുന്നു. ശരംകുത്തിയിൽ നിന്ന് ഔദ്യോഗിക സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് എത്തും. അങ്ങ് ശരംകുത്തിയിൽ ദിവാകർണ പേടകം എത്തിയതിന്റെ അടിപൊളികളിലേക്ക് അറിയാൻ സാധിക്കുന്നത് ശരണവിളികൾ അങ്ങനെ ഉയരുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും നോക്കുന്നത് ആകാശത്തേക്കാണ്. ആകാശത്ത് കൃഷ്ണപ്പരുത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടാൽ അതൊരു സായുജ്യമാണ്. തിരുവാർണ പേടകം എന്ന് കണ്ടാൽ അതും ഒരു സായുജ്യമാണ്. തിരുവാർണ ചാർത്തി ഭഗവാനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ഒരു തിരുവാർണ പേടകം സംസ്ഥാനത്തേക്ക് എത്തുന്നതൊന്ന് കാണുക. ഒറ്റപ്പനവേട്ടിയിൽ തെളിയുന്ന ആ ദിവ്യ ജ്യോതി ഒന്ന് കാണുക. അതിനപ്പുറത്തേക്ക് തിരുവാർണം ചാർത്തി തറങ്ങി തൊഴാൻ സാധിക്കുമോ, അല്ലെങ്കിൽ തങ്കപ്രഭയിൽ നിൽക്കുന്ന പൊന്നുമണികണ്ഠനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ വില്ലാളി വീരനായ മണികണ്ഠന്റെ സന്നിധാനത്ത് നിന്ന് ആ കാഴ്ചകൾ ഒന്ന് കണ്ടു മടങ്ങിയാൽ മതി എന്നൊരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഭക്തജനലക്ഷങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നത്. ശബരിപീഠം പിന്നിട്ട് മരക്കൂട്ടവും പിന്നിട്ട് ശരംകുത്തിയിലേക്ക് തിരുവാർണ പേടകം എത്തിയിരിക്കുന്നു. അവിടെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് വലിയ നടപ്പന്തലിലേക്ക് തിരുവാർണ പേടകം എത്തിച്ചേരും. ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിൽ പന്തളത്ത് നിന്ന് തിരിച്ച യാത്ര 84 കിലോമീറ്റർ കാടും മേടും ഒക്കെ താണ്ടി പന്തളം താരയായ തിരുവാർണപ്പാതയിലൂടെ കടന്ന് ഇങ്ങ് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഭക്തിയുടെ ഒരു തലമുണ്ട്, ആധ്യാത്മികതയുടെ തലമുണ്ട്, ഒരച്ഛൻ്റെയും മകൻ്റെയും ബന്ധമുള്ള ഒരു വൈകാരിക തലമുണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട് ഈ ഒരു ഘോഷയാത്രയ്ക്ക്. അതുകൊണ്ടാണ് പനച്ചിക്കൽ വിനീതുമൊപ്പം കുളത്തിനാൽ ഉണ്ണിയും ചേർന്ന് തിരുവാർണ പേടകങ്ങൾ അവിടെ തറയിലേക്ക് ഇറക്കി വെക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, എന്ത് പുണ്യം ചെയ്ത ജന്മങ്ങളാണ് ഇവരൊക്കെ. പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു പോകും. കാരണം പന്തളത്ത് രാജകുമാരന്റെ ആ തിരുവാർണ പേടകങ്ങൾ ശിരസിലേറ്റാൻ, അവ ഇങ്ങനെ ശിരസിലേറ്റി സന്നിധാനത്തേക്ക് എത്തിക്കാൻ, അത് ചാർത്തിയുള്ള ചടങ്ങുകളിൽ ഭാഗമാക്കാനൊക്കെ നിയോഗിക്കപ്പെട്ട ഇവരൊക്കെ എന്ത് പുണ്യം ചെയ്ത ജന്മങ്ങളാണെന്ന് പലപ്പോഴും ആലോചിച്ചു പോകും. അതൊന്ന് തൊട്ടുതൊഴാൻ, അതൊന്ന് കാണാൻ, ആ പേടകം ഒന്ന് കാണാൻ, ഒന്ന് സ്പർശിക്കാൻ, അതിൽ നിന്ന് ഇരുന്ന് വീഴുന്ന ഒരു പൂവിതളെങ്കിലും കയ്യിൽ സൂക്ഷിക്കാൻ കൊതിക്കുന്ന കോടിക്കണക്കിന് ഭക്തർക്കിടയിലൂടെയാണ് ഇവർ ഇങ്ങനെ ഈ തിരുവാർണ പേടകവും ഒക്കെ ശിരസിലേറ്റി സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുന്നത്. ശബരിപീഠത്തിൽ ശരംകുത്തിയിൽ എത്തി തിരുവാർണ പേടകം അല്പസമയത്തിനകം അവിടെ ചില പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കും. അതിനുശേഷം അവിടെ നിന്ന് തിരുവാർണ പേടകത്തെ ഔദ്യോഗികമായി സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കും. അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക്, അവിടുത്തെ ആ അന്തരീക്ഷത്തിലേക്ക് ഒന്ന് പോയ ശേഷം വളരെ വേഗം മടങ്ങിയെത്താം.
ശരംകുത്തിയെ ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ പേടകത്തെ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഗുരുസ്വാമി കുളത്തിനാൽ ഉണ്ണിയും പനച്ചിക്കൽ വിനീതുമടങ്ങുന്ന സംഘം തിരുവാഭരണ പേടക പീഠത്തിലേക്ക് ഇറക്കി വെച്ച് അവിടെ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുകയാണ്. അതിനുശേഷം വളരെ വേഗം തന്നെ ഇനിയിപ്പോൾ സന്നിധാനത്തേക്ക് തിരുവാഭരണ പേടകത്തിന് ഘോഷയാത്രയ്ക്ക് എത്തേണ്ടതുണ്ട്. കൃത്യം 6 തന്നെ സന്നിധാനത്തേക്ക് എത്തണം. ഭക്തിയുടെ ആധ്യാത്മികതയുടെ മറ്റൊരു തലത്തിലേക്ക് സന്നിധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലായിടവും ശരണമന്ത്രങ്ങൾ മാത്രം. സന്നിധാനത്ത് അരുൺ കൊടുങ്ങൂരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, കേൾക്കാൻ സാധിക്കുമെങ്കിൽ ശരംകുത്തിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര. അങ്ങ് ശബരിപീഠം പിന്നിട്ടപ്പോഴേക്കും സന്നിധാനത്ത് അതിൻ്റെ അലയൊലികൾ, ശരണമൊളികൾ ഇടതടവില്ലാതെ പല തരത്തിൽ പല രീതിയിൽ ഇങ്ങനെ ഉയരുകയാണ്. പലയിടങ്ങളിലും ഇങ്ങ് പണ്ടിത്താവളത്തും ഒപ്പം വലിയ നടപ്പന്തലിലും മാളികപ്പുറത്തുമൊക്കെ എന്ന് വേണ്ട എവിടെയൊക്കെയാണോ ഭക്തരങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് അവിടെ എല്ലാം ഇടമുറിയാതെ ശരണമന്ത്രങ്ങൾ അങ്ങനെ ഉയരുകയാണ്. സന്നിധാനത്ത് വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ പേടകങ്ങൾ എത്താൻ നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. വലിയ നടപ്പന്തലിലാണ് അരുൺ കൊടുങ്ങൂർ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അരുൺ കൊടുങ്ങൂർ, എന്താണ്, എത്രത്തോളം അനുഭൂതിയാണ് വലിയ നടപ്പന്തലിൽ നിന്ന് പ്രേക്ഷകരോട് അരുണിന് പങ്കുവെക്കാനുള്ളത്? സാബിയേ ശരണമയ്യപ്പ എന്നുള്ള ഒരേ ഒരു മന്ത്രധ്വനികൾ ഈ പ്രദേശമൊന്നാകെ ഭക്തിയുടെ രംഗിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന ആ അനുഭൂതിയിലേക്ക് തന്നെയാണ് എല്ലാവരും കണ്ടുനിട്ട് നിൽക്കുന്നത്. എന്തായാലും ആ ഒരു തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഈ തിരുസന്നിധിയിലേക്ക്, ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്താനുള്ളത്. ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയ ഒരുപാട് ഭക്തരുണ്ട്. നടപ്പന്തൽ ഒന്നാകെ നിറഞ്ഞിരിക്കുകയാണ്. കർശന സുരക്ഷാ ക്രമീകരണം ഒരുക്കി പോലീസ് അയ്യപ്പന്മാരും അർദ്ധ സൈനിക വിഭാഗങ്ങളും എല്ലാം തന്നെ സന്നിധാനത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒരേ മനസ്സോടെ, ഒരേ ചിന്താഗതിയോടെ ശരണം വിളിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും സ്വാമിമാരാണ്. വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. ഭഗവാന് മുന്നിൽ, ഭക്തന് മുന്നിൽ ആണ് ഈ ശബരിമല നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക്, ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങിലേക്ക്, ഏറ്റവും വിശിഷ്ടമായ ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ പോവുകയാണ്. അതിലുള്ള ഒരു കാത്തിരിപ്പിലാണ്. എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന, എല്ലായിടങ്ങളിലും സ്വാമി എന്നുള്ള ഒറ്റ വികാരത്തിൽ ദിവസങ്ങളായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് മുന്നിലേക്ക് ഇതാ ഈ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സന്നിധാനത്തേക്ക് എത്തും. അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. എല്ലാ കണ്ണുകളിലും കാണാം ആ പ്രതീക്ഷ. എല്ലാ കണ്ണുകളിലും, എല്ലാ മനസ്സിലും ഒരേ വികാരം മാത്രം. ദേശങ്ങൾ താണ്ടിയെത്തിയവരാണ്. ഒരുപാട് സംസ്ഥാനത്തിനപ്പുറത്തേക്ക് എത്തിയ ആളുകളാണ്. എല്ലാവർക്കും ആ ആനന്ദത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും ഭക്തി നിർഭരമായ കാഴ്ചകൾ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനത്തെ ഒന്നാക്കി എത്തിച്ചുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്ര 2 ദിവസം മുമ്പ് പന്തളത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര അയ്യന്റെ പൂങ്കാവനത്തിലൂടെ കടന്ന് തിരുസന്നിധിയുടെ അടുത്തേക്ക്, ശബരീശ സന്നിധിയുടെ അടുത്തേക്ക്, ശബരിമല സന്നിധാനത്തിനടുത്തേക്ക് എത്തുകയാണ്. ആ കാഴ്ചകൾ കാണാനാണ് മണിക്കൂറുകളായി ഭക്തജന സഹസ്രങ്ങൾ ഇവിടെ ഇങ്ങനെ തമ്പടിക്കുന്നുവെങ്കിൽ പർണശാലകൾ കെട്ടി മകരജ്യോതിയും മകരവിളക്കും കാണാവുന്ന എല്ലായിടങ്ങളിലും ഭക്തരിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങൾ, ഒരേ ഒരു വിശ്വാസം, ഒരേ ഒരു വികാരം, അത് ശരണമയ്യപ്പ എന്നുള്ള ഒരേ ഒരു വിളികൾ. അതാണ് പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തേക്ക് എത്ര തന്നെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും ഈ ഒരു നിമിഷം ഇവിടെ നിന്ന് അനുഭവിച്ചാൽ മാത്രമേ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. അത്രയേറെ വികാര നിർഭരമായുള്ള ദിനങ്ങൾ, ആ ഭക്തിയുടെ ഒരു അനന്ത തലത്തിലേക്ക് മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ. എല്ലാ മുഖത്തും കാണാം ആ ഒരു പ്രതീക്ഷയുടെ, ആ ഒരു സന്തോഷത്തിന്റെ, ആ ഒരു ആനന്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു നിമിഷം. ആ ഒരു നിമിഷത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ്. എന്തായാലും അങ്ങ് ദൂരെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ആ ഘോഷയാത്ര ഏതു സമയത്തും സന്നിധാനത്തേക്ക് എത്താം. ആ ഒരു കാഴ്ചകൾ തന്നെയാണ്, വലിയ നടപ്പന്തലിൽ നിന്നുള്ള ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. കുഞ്ഞയ്യപ്പന്മാരുണ്ട്, മാളികപ്പുറങ്ങളുണ്ട്, പ്രായമായവരുണ്ട്. എല്ലാവരും അങ്ങനെ ആ ശബരീശന് ചാർത്താനുള്ള ആ തിരുവാഭരണ ഘോഷയാത്രയെ ഹൃദ്യമായി സ്വീകരിക്കാൻ, ഏറ്റവും പ്രൗഢമായി സ്വീകരിക്കാൻ, ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ആ ഒരു തന്നെയാണ്. എന്തായാലും കണ്ണിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിന് ആനന്ദം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്
ശരംകുത്തിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശരംകുത്തിയിൽ നിന്ന് തിരുവാർണ പേടകം ശിരസിലേറ്റി മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. കർപ്പൂരാഴിയുടെ അകമ്പടിയിൽ, തീവട്ടിയുടെ അകമ്പടിയിൽ, വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ, ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ അങ്ങനെ തിരുവാർണ പേടകങ്ങൾ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ 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 എണ്ണി കാത്തിരിക്കുകയാണ് ഓരോ ഭക്തനും. ഏതാണ്ട് 5:45 കഴിഞ്ഞു, 6 മണിയോടെ അടുക്കുന്നു. അങ്ങ് അന്തരീക്ഷത്തിൽ ചെറിയ തോതിൽ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. പൊന്നമ്പലമേട്ടിലും അല്പം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സന്നിധാനം ആ ആധ്യാത്മികതയുടെ മറ്റൊരു തലത്തിലേക്ക്, മകരവിളക്കിൻ്റെ ആ മുഹൂർത്തത്തിലേക്ക് സന്നിധാനം കടക്കുകയാണ്. പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതി തെളിയുന്നത് കാണാൻ, പൊന്നച്ചൻ മകന് നൽകിയ സമ്മാനങ്ങൾ അവർ സന്നിധാനത്തേക്ക് എത്തുന്നത് കാണാൻ, ആ പേടകങ്ങൾ ആടി ഉറഞ്ഞ് ആനന്ദ നൃത്തമാടി വലിയ നടപ്പന്തൽ പിന്നിട്ട് 18-ാം പടിക്ക് താഴേക്ക് എത്തുന്നതൊന്നു കാണണം. അത്രമാത്രമേ ഈ കാത്തിരിക്കുന്ന ഭക്തർക്ക് പലർക്കും ദൃശ്യമാവുകയുള്ളൂ. അത് മാത്രമേ അവർക്ക് അടുത്തൊരു വർഷത്തേക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ അത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ അത് മതി ഒരു വർഷക്കാലം കാത്തിരിക്കാൻ അവരുടെ ജന്മസുഹൃതമായി കാണുകയാണ്. നോക്കൂ, ആ പെട്ടിയിലൊന്ന് തൊട്ടു തൊഴാൻ, ആ പെട്ടി ഒന്ന് കാണാൻ, ആ പേടകം ഒന്ന് കാണാൻ, ആ പേടകത്തിലൊന്ന് തൊട്ടു തൊഴുതാൽ മതി. അതിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഒരു പൂവെടുത്ത് സൂക്ഷിച്ചാൽ മതി. അത് ജന്മസുഹൃതമായി കാണുകയാണ് ഭക്തജന ലക്ഷങ്ങൾ. അങ്ങനെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരെ സാക്ഷ്യം വഹിച്ച് ശരംകുത്തിയിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി, ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആ ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കുകയാണ്. ആ ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ സന്നിധാനത്തേക്ക് എത്തുകയാണ്. മനോജ് കേൾക്കാമെങ്കിൽ മനോജിലേക്ക് എത്താം. സന്നിധാനത്തേക്കുള്ള ആ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തിരുവാർണ പേടക സംഘം. അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മുൻപിൽ കർപ്പൂരാഴിയുമായി ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ പോകും. അതിന് മുൻപിൽ തീവട്ടിയുമായി ദേവസ്വം ബോർഡിന് തന്നെ പ്രതികൾ പോകും. ഒപ്പം കർപ്പൂരാഴിയുമായി ഭക്തരുണ്ട്, ശരണമന്ത്രങ്ങളുമായി ഭക്തരുണ്ട്. പന്തളത്ത് നിന്ന് കഴിഞ്ഞ 3 ദിവസമായി തിരുവാർണ പേടകത്തോടൊപ്പം യാത്ര തിരിച്ച ഭക്തരുണ്ട്. അവരെയൊക്കെ വലിയ നടപ്പന്തൽ വരെ മാത്രമേ അവർക്കും ഇനിയിപ്പോൾ പ്രവേശനമുള്ളൂ. അവരെ വലിയ നടപ്പന്തലിലേക്ക് പ്രവേശിപ്പിക്കും. പിന്നീട് തിരുവാർണ പേടക സംഘങ്ങൾക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. നോക്കൂ, കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാത്തിരുന്ന ഭക്തന്റെ കാത്തിരിപ്പ്, ആ ഓരോ ഭക്തരുടെയും മനസ്സിലെ പ്രാർത്ഥന, അതൊക്കെ ആ ദർശന സായുജ്യമായി മാറാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. അരുണിലേക്കും ഒപ്പം മനോജുണ്ട് ശരംകുത്തിയിൽ നിന്ന്. ശരംകുത്തിയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി തിരുവാർണ പേടകങ്ങൾ സന്നിധാനത്തേക്ക് യാത്രയായി അല്ലേ? വളരെ വേഗം. മനോജിലേക്ക് വരാം. പൃഥ്വിപാൽ കൂടി ചേർന്നിട്ടുണ്ട്. പൃഥ്വിപാൽ, നോക്കൂ, എന്തൊരു ഭംഗിയാണ്, മനസ്സിന് എന്തൊരു കുളിർമയാണ് നൽകുന്നത്, എന്തൊരു ആവേശമാണ് നൽകുന്നത്. ഭക്തിയുടെ ഒരു പാരമ്യതയിലേക്ക് സന്നിധാനം എത്തുകയാണ്. അതിങ്ങനെ കാണുമ്പോൾ, ആ പേടകങ്ങൾ അങ്ങനെ മുന്നോട്ട് ചലിക്കുന്നത് കാണുമ്പോൾ ആളുകൾ എങ്ങനെ ഒന്ന് തൊട്ടു തൊഴാൻ, ആ പേടകത്തിലൊന്ന് തൊട്ടു തൊഴാൻ ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. അതിൽ ഭക്തരുണ്ട്, സുരക്ഷാ ചുമതലയ്ക്കാൻ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വേർതിരിവൊന്നുമില്ല. മണികണ്ഠന്റെ കാര്യത്തിൽ, അയ്യപ്പന്റെ കാര്യത്തിൽ അവർക്ക് ആർക്കും അങ്ങനെ വേർതിരിവൊന്നുമില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ കെട്ടിനിറച്ചു എത്തിയ ഭക്തരാണോ, അവർക്കൊന്നും അങ്ങനെ ഭാവഭേദ വ്യത്യാസമൊന്നുമില്ല. നല്ലൊരു ശതമാനം ആളുകൾക്കും അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്. ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി, ഔദ്യോഗിക കർത്തവ്യത്തിന്റെ ഭാഗമായാണ് എത്തിയതെങ്കിൽ പോലും ഈ പേടകങ്ങളൊന്ന് കടന്നു പോകുന്നത് കണ്ടാൽ അത് ജന്മസായുജ്യമായി കാണുകയാണ്. പൃഥ്വിപാലിലും ആ വൈകാരികത, ആ തലം അത് മനസ്സിലാകുമെന്ന് ചോദിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം 10-35 വർഷമായി ഈ കാഴ്ചകൾ നിത്യവും എല്ലാ വർഷവും ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ താങ്കൾക്ക് ഒരു പക്ഷെങ്കിൽ കരുതുമെന്ന് ഞാൻ കരുതുന്നു. കണ്ണിലും മനസ്സിലും ചിന്തയിലും എല്ലാം ശരണം വിളികളും അയ്യപ്പ രൂപവും മാത്രമുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയെ അനുഗമിക്കുന്ന എല്ലാ ഭക്തരുടെയും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുക്കാലും ഭക്തരുടെയും എല്ലാം ചിന്തകളിൽ ഈ ഒരു ചിന്ത മാത്രമാണ്. ശരണം വിളികളോടുകൂടി ഭഗവാന്റെ തിരുവിഗ്രഹത്തിലേക്ക് ആ തിരുവാഭരണങ്ങൾ ഉറഞ്ഞു തുള്ളി അവിടേക്ക്, ആ സന്നിധാനത്തേക്ക് വലിയ നടപ്പന്തലിലൂടെ വരുന്ന കാഴ്ച, അതിനു ഒപ്പമുള്ള ശരണം വിളികൾ, ആ മന്ത്രധ്വനികൾ, അന്തരീക്ഷത്തിലെ മുഴുവൻ മേളത്തിൻ്റെയും ആ തീവട്ടിയുടെ വെളിച്ചത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി അത് പറഞ്ഞ് എൻ്റെ വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കുവാനായിട്ട് സാധ്യമല്ല. ഈ നിമിഷങ്ങൾ
ശരംകുത്തി ആലിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ചുമതലയിലുള്ളവർ, ഇതിന് നേതൃത്വം കൊടുത്തവരെയാണ് DYSP സന്തോഷ് കുമാർ അടക്കമുള്ള ആളുകളാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷേത്രത്തിൻ്റെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിനോദ് കുമാർ, അതേപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ സൈനുരാജ് അടക്കമുള്ള ആൾക്കാർ, ക്ഷേത്ര ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ വിനു നരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് 18ാം പടി ചവിട്ടാനായിട്ട് ശരണമന്ത്രങ്ങളോടുകൂടി ആയിരക്കണക്കിന് ഭക്തരുടെ അകമ്പടിയോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിലെ ജീവനക്കാർ ഒരുക്കുന്ന സ്വീകരണം, ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഭക്തിസാന്ദ്രമായിട്ട് ശരണം വിളികളോട് കൂടിയിട്ട് ആ മേളക്കൊഴുപ്പിൽ ആ ഭക്തിയുടെ ആ പാരമ്യതയിലാണ് ലോകം മുഴുവനും കണ്ണും നട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മകരസംക്രമ സന്ധ്യ. ആ സന്ധ്യയുടെ ആ ഒരു തിരുവുത്സവത്തിൻ്റെ തിരുവാഭരണം ചാർത്തിയുള്ള ആ ദീപാരാധനയിലേക്ക് നടന്നെടുക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് നടപ്പന്തലിലേക്ക് എത്താൻ ബാക്കി. ലോകം മുഴുവൻ ശരണം വിളികളോടുകൂടി തൊഴുകൈകളോടുകൂടി കാത്തിരിക്കുന്ന ഈ നിമിഷം അത് ഭക്തിസാന്ദ്രമാണ്. അനേകം ഭക്തർക്ക്, ഇതിനോടൊപ്പം ചേരുന്ന ഭക്തർക്ക് അവർ മറ്റൊരു തലത്തിലാണ് ഭഗവാനിലേക്ക് എത്താനായിട്ട് അവരുടെ പാദങ്ങൾ വെമ്പുന്ന. ഇത്രയും ദിവസത്തെ യാത്രയുടെ ക്ഷീണവും വിശപ്പും ദാഹവും ഒന്നും അവരെ അലട്ടുന്നില്ല. അവരുടെ കണ്ണുകളിൽ തിളക്കമാണ് ആ ഭഗവാന്റെ തിരുവിഗ്രഹത്തിൽ ആ ഒരു ദർശനം കിട്ടുവാനുള്ള ആകാംക്ഷയോടുകൂടിയാണ് അത്യുച്ചത്തിൽ ശരണം വിളിച്ചുകൊണ്ട് അവർ ഓരോ പദവും മുന്നോട്ട് വെച്ച് ഈ ഘോഷയാത്രയിൽ ഭക്തിസാന്ദ്രമായിട്ട് ഭഗവാന്റെ തിരുസന്നിധാനത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഈ കാഴ്ച നേരിട്ട് കാണുന്നവരും ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ ദർശിക്കുന്നവർക്കുമൊക്കെ അതേ ഭാവമാണ്. ആ ഭക്തിയുടെ പരമകോടിയിലാണ് എത്തി നിൽക്കുന്നത്. ജ്യോതിസ്വരൂപനായി ഭഗവാനെ പൊന്നമ്പലമേട്ടിൽ ജ്യോതിസ്വരൂപനായിട്ട് ദർശിക്കുവാനായിട്ട് ഉള്ള അവസരം കൂടിയാണ്. ആ ഒരു മകരസംക്രമ നക്ഷത്രവും കണ്ട് ആ മലയിറങ്ങുന്ന ഭക്തരുടെ മനസ്സിലും ചിന്തയിലും ആത്മനിർവൃതിയാണ് ഇന്ന് സമ്മാനിക്കുവാൻ പോകുന്നത്. ആ ഭക്തരുടെ ശരണം വിളികളാണ് ഉയർന്നു കേൾക്കുന്നത്. എങ്ങും ഈ വിവിധ വ്യൂ പോയിന്റുകളിൽ നിൽക്കുന്ന ഭക്തരും അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ നട തുറന്ന് സംക്രമ ദീപാരാധന കഴിഞ്ഞ് മകരസംക്രമ ജ്യോതി തെളിയുന്ന കാഴ്ച കാണാൻ. കുളത്തൂപ്പുഴയിലെ കൗമാരനായും കുമാരനായും ആര്യങ്കാവിൽ യൗവനയുക്തനായ ശാസ്താവായും അച്ചൻകോവിൽ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവായും നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ശബരിമലയിലും ആ കാന്തമലയിൽ ജ്യോതിസ്വരൂപനായി വർഷത്തിലൊരിക്കൽ ദീപത്തിൻ്റെ രൂപത്തിൽ ആരാധന നടത്തുന്ന ആ സംക്രമ മുഹൂർത്തത്തിലേക്ക് ഭക്തിസാന്ദ്രമായിട്ട് നടന്നെടുക്കുന്ന ആ കാഴ്ചയാണ് ലോകം മുഴുവനും തൊഴുകൈകളോടുകൂടി ഭഗവത് സ്മരണയോടുകൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങളോടുകൂടി അത്യുച്ചത്തിൽ ശരണമന്ത്രം മുഴക്കിക്കൊണ്ട് ആ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര നടന്നെടുക്കുകയാണ്.